രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് പരിഭവത്തിൽ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്നേക്കാൾ രാധയെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? രാധ എന്നേക്കാൾ സുന്ദരിയാണ്. ഭഗവാൻ മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിച്ച് സ്ത്രീ സഹജമായ വാസനയോട് വീണ്ടും ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്. വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പോഴും ചെറു പുഞ്ചിരി തന്നെയാണ് ഭഗവാന്റെ മറുപടി. അപ്പോൾ ദേവി പറഞ്ഞു, ശരി ദേവ, എങ്കിൽ അങ്ങ് മറുപടി പറയണ്ട, രാധയുടെ ഒരു ചിത്രം വരച്ച് കാണിക്കും, അത് കണ്ടാൽ മതി എനിക്ക് എന്ന് പറഞ്ഞു രുക്മിണി ദേവി. രുക്മിണി ദേവിയുടെ ഇഷ്ടത്തിന് വഴങ്ങി ഭഗവാൻ കൃഷ്ണൻ രാധയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആദ്യം കണ്ണു വരച്ചു. അത് കണ്ടപ്പോൾ ദേവിക്ക് വല്ലാത്ത ആകർഷണം, ഉള്ളിൽ പ്രണയം നിറഞ്ഞു. പിന്നീട് ചുണ്ടുകൾ വരച്ചു. എന്തൊരാശ്ചര്യം! ദേവി ആ ചുണ്ടുകളിലെ അമൃതം പാനം ചെയ്യാൻ കൊതിച്ചു. അങ്ങനെ മുഖം വരച്ചു. പൂർത്തിയായപ്പോഴാണ് മനസ്സിലായത് കണ്ണൻ വരയ്ക്കുന്നത് സ്വന്തം ചിത്രമാണെന്ന്. രുക്മിണി ദേവി ചോദിച്ചു, ഇതെന്താണ് ഭഗവാനെ, അങ്ങയുടെ ചിത്രം വരയ്ക്കാനല്ലല്ലോ, അവിടുത്തെ പ്രിയ സഖി രാധയുടെ ചിത്രം വരയ്ക്കാനല്ലേ പറഞ്ഞു? രുക്മിണി ദേവി പരിഭവിച്ചത് കണ്ട് ഭഗവാൻ പറഞ്ഞു, ദേവി എന്നോട് രാധയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ രാധയുടെ ചിത്രം തന്നെയാണ് വരച്ചത്. ഞാൻ രാധയുടെ മനസ്സിൽ നോക്കിയാണ് ചിത്രം വരച്ചത്. അവിടെ എനിക്ക് എന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എൻ്റെ പ്രേമസ്വരൂപമാണ് രാധ. ആ രാധയെ ദേവി എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും രാധയെ പറ്റി ചോദിച്ചതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചു. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണ പ്രേമമാണ് രാധ.